ശക്തമായൊരു തിരക്കഥ എന്ന് പറയുന്നത് വെറും വാഴയ്ക്കല്ല എന്ന് പറയുന്ന സിനിമയല്ല, കാണിച്ചു തരുന്ന സിനിമയാണ് വാഴ. വൈ വാഴ? എന്തിനാണ് എല്ലാവരും ഈ വാഴയുടെ മെക്കിട്ട് കയറുന്നത്? അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്ന രീതിയിൽ മക്കൾ വരാതിരിക്കുമ്പോൾ അവരെ നോക്കി നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്നൊരു ഡയലോഗ് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കേട്ടിട്ടുണ്ടാവില്ല, വേറെ ഏതെങ്കിലും വീട്ടിൽ പറഞ്ഞ് കേട്ടൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവുമല്ലോ. എന്തിനാണ് ഈ വാഴയുടെ മെക്കിട്ട് കയറുന്നത്? ഈ കുട്ടികളെ ഉണ്ടാക്കുന്നതും വാഴയും തമ്മിലുള്ള ശാസ്ത്രീയ ബന്ധം എന്താണ്? അത് വളരെ ശാസ്ത്രീയമായി വളരെ രസകരമായി അവതരിപ്പിച്ചുകൊണ്ടാണ് വാഴ എന്ന സിനിമ ആരംഭിക്കുന്നത്. സാഹചര്യവശാൽ ഒരു സമ്പൂർണ്ണ വാഴയാവാതിരുന്ന ഞാനും ഒരുപാട് വാഴ ഇതര വ്യക്തികളൊക്കെ ചേർന്ന് ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിട്ടാണ് സിനിമ തിയേറ്ററിലിരുന്ന് കണ്ട് ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് കണ്ണ് നനയിക്കുന്ന മൊമെൻറ്റ്സിലൂടെ പോയി വീണ്ടും ഒരുപാട് ചിരികളൊക്കെ തന്നുകൊണ്ട് വളരെ രസകരമായ വളരെ സാറ്റിസ്ഫൈങ് ആയ ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് വാഴ. ഐ എം സോ ഹാപ്പി. ഈ വാഴ ലൈഫ് പുറത്തുനിന്ന് കാണുമ്പോൾ അതിനെക്കുറിച്ച് ട്രോൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല രസമാണ്, പക്ഷെ അത് അത്ര സുഖകരമായിട്ടുള്ളൊരു പോക്കല്ല. എന്തായാലും വാഴയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയട്ടെ. ഇക്കിഗായ് എന്നാണ് പേര്. ജാപ്പനീസ് ഭാഷയിൽ ഇതിന് ജീവിത ലക്ഷ്യം എന്നാണ് അർത്ഥം. ദീർഘായുസും സന്തോഷവും നിറഞ്ഞൊരു ജീവിതത്തിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷേ അതിനി വായിക്കാൻ മെനക്കെടണമല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ വേണ്ട. ഇക്കിഗായ് കുക്കു FM ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ വേണ്ട, എനിക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമാണ് വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സിദ്ദിഖ് സാർ കേന്ദ്ര കഥാപാത്രമാവുന്ന CI സ്വാമിനാഥൻസ് കേസ് ഡയറി അതിൻ്റെ സീസൺ 2 റിലീസായിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലാസിക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെരുമ്പടവത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ അങ്ങനെ അനവധി ഓഡിയോ കോണ്ടന്റ് വിവിധ ഭാഷകളിലായി അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഞാൻ ഇപ്പോൾ അത് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് സൗജന്യമായി എൻജോയ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് കേൾക്കാം. എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തേക്ക് ഈ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമുക്കിനി വാഴയിലേക്ക് തിരിച്ചു വരാം. ഈ തിയേറ്ററിൽ റിലീസാവുന്ന സിനിമയും OTTയിൽ അല്ലെങ്കിൽ TV യിൽ നമ്മൾ കാണുന്ന സെയിം സിനിമയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ വൻ വിജയമാവുന്ന ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ OTTയിലോ അല്ലെങ്കിൽ TV യിലോ ഒക്കെ റിലീസാവുന്ന സമയത്ത് പല ആളുകളും കണ്ടിട്ട് അയ്യേ ഇതിനെയാണോ ഇത്രയൊക്കെ പുകഴ്ത്തിയത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ തിയേറ്ററിൽ 8 നിലയെ പൊട്ടിയ സിനിമകളൊക്കെ പ്രിൻ്റ് ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഇത്രയും നല്ല തങ്കക്കുടം പോലത്തെ സിനിമയെ ആരാണോ പൊട്ടിച്ചത് എന്നാലോചിച്ച് വ്യസനിക്കുന്നവരെയും കാണാം. ഇത് ഇപ്പം തുടങ്ങിയല്ല, പണ്ട് മറ്റേ VCP ഉണ്ടായിരുന്ന കാലം തൊട്ടുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്നറിയോ? ഈ തിയേറ്ററിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നല്ല റിവ്യൂ വരുമല്ലോ. അപ്പം റിവ്യൂവേഴ്സും പറയും നല്ലതാണെന്ന്. തിയേറ്ററിൽ അത്യാവശ്യം ഓടി നല്ല കളക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിനുശേഷം OTT വന്നു കഴിയുമ്പോൾ ഇത്രയും തല്ലിപ്പൊളി പടത്തിന് റിവ്യൂ ഇട്ട ഇവന്മാരൊക്കെ പെയ്ഡാണ്, ഇവനെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിവ്യൂ എഴുതുന്ന പറയുന്ന ആളുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെൻഡുണ്ട്. എനിക്കറിയാവുന്ന സോഴ്സും സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് അത് അത്യാവശ്യം പെയ്ഡായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഇപ്പോൾ തിയേറ്ററിൽ പല സിനിമയും കാണുമ്പോൾ നമുക്കറിയാം ഇത് തിയേറ്ററിൽ രസമുണ്ട്, പക്ഷേ ഇത് OTT വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വലിച്ച് കീറും, അപ്പം നമ്മളെ തെറി പറയാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വരുന്നതാണ്. തിയേറ്ററിൽ വർക്കാണ്, തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരാൾക്ക് നഷ്ടബോധമൊന്നും തോന്നില്ല. പക്ഷേ OTT വന്നു കഴിയുമ്പോൾ വലിച്ചു കീറാനിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ പേരിൽ എന്നെ അടക്കം ചീത്ത വിളിക്കും എന്നെനിക്കറിയാം. ഈ സിനിമയെ സംബന്ധിച്ചും ഇതൊരു തിയേറ്റർ വാച്ച് സിനിമയാണ്. തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യേണ്ട നിങ്ങളുടെ വാഴ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഴ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോണപ്പ് സ്റ്റേജിൽ ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുന്ന വാഴ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി എൻജോയ് ചെയ്ത് അതിലെ കൗണ്ടറൊക്കെ കേട്ട് ചിരിച്ച് തലകുത്തി മറിയാനുള്ളൊരു സിനിമയാണ്. ഇത് OTTയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീലൊന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അന്നേരം ഈ വീഡിയോൻ്റെ താഴെയും മറ്റ് വീഡിയോസിൻ്റെ താഴെയൊക്കെ നീ അന്ന് ആ സിനിമേനെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ദിസ് ഇസ് എ തിയേറ്റർ വാച്ച്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടം വരും എന്നെനിക്ക് തോന്നുന്നില്ല. ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. കാരണം എനിക്ക് ഈ സിനിമ അത്രയധികം ഇഷ്ടപ്പെട്ടു. പേര് പോലെ തന്നെ ഇറ്റ്സ് എ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. എൻ്റെ ലൈഫിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞും കേട്ടും അറിഞ്ഞും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ അടിച്ചിട്ടുള്ള കൗണ്ടറുകൾ വരെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് ഭയങ്കര ലൈഫോടുകൂടിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതിൽ ഒരുപാട് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഈ സിനിമ കാണേണ്ടത് ഇതിൻ്റെ ഇമോഷണൽ സീക്വൻസുകൾ എങ്ങനെയുണ്ട് എന്നറിയാനാണ്. അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാനാണെന്ന്. സത്യം പറയാലോ, ഈ സിനിമയുടെ ഞാൻ കണ്ട ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമോഷണൽ സീക്വൻസ് ആണ്. അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വരുമ്പോണ്ടല്ലോ കണ്ണൊക്കെ നിറഞ്ഞിട്ട്
മിമിക്രിയിൽ നിന്ന് വന്ന 3 ആർട്ടിസ്റ്റുകളാണ്. കോട്ടയം നസീർ, നോബി, അസീസ് നെടുമങ്ങാട്. ഇവർ 3 പേരും കൂടി അങ്ങോട്ട് അറമതിക്കുകയാണ്. എന്ത് റേഞ്ചാണെന്നറിയോ, എന്ത് റേഞ്ച്. ഇവരുടെ പെർഫോമൻസ് കാണാനും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും വേണ്ടി നിങ്ങൾ സിനിമ പോയി കണ്ടോ, വേർത്താണ്. ഹ്യൂമർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ്. അതുപോലെ ഇതിലെ മെയിൻ വാഴകളുടെ 2 അച്ഛന്മാരും കൂടി ബാക്കിയുണ്ട്. ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ച കഥാപാത്രമുണ്ട്, അരുൺ സോൾ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമുണ്ട്. ഈ 5 അച്ഛന്മാരും 5 സിറ്റുവേഷൻസാണ്. 5 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവരുടെ 5 ബാക്ക്ഗ്രൗണ്ടുകളുള്ള അച്ഛന്മാർ 5 തരത്തിൽ അവരെ ഡീൽ ചെയ്യുന്നു. പക്ഷേ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഇവർ സ്ക്രീനിൽ കൊണ്ടുവരുന്നത് അത്രയും രസമായിട്ടാണ്. ഒരു സീനിൽ ജിബിൻ ഗോപിനാഥ് എന്ന് പറയുന്ന ആൾ ഒരു ഡോറ് തുറന്നിട്ട്, ബാങ്കിൻ്റെ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. എനിക്ക് സത്യം ഭയങ്കര സങ്കടം വന്നു. ഇതിലൊന്നും പെടാത്ത ജഗദീഷ്, ഭയങ്കര സിമ്പിൾ ഡയലോഗ്. ഞാനതൊരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ഡയലോഗ് പോലെ തോന്നും. പക്ഷേ അങ്ങേരുടെ മുഖത്ത് വരുന്ന മൈക്രോ എക്സ്പ്രഷൻസ് ഇല്ലേ, ഞാൻ അതാ പറഞ്ഞത്, ഇത് തിയേറ്ററിൽ പോയി കാണണം. ഇത് നിങ്ങളൊരു OTT ഇതുപോലത്തെ ഈ സൈസിലൊരു സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങേരുടെ എക്സ്പ്രഷൻസ് കിട്ടില്ല. കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ തിയേറ്ററിൽ കണ്ട പോലെ നിങ്ങൾക്ക് കിട്ടില്ല. ആ ഡയലോഗ് കയ്യിലൊരു കുഞ്ഞുമായിട്ട് അങ്ങേര് നിന്ന് പറയുന്നുണ്ട്. അതുണ്ടല്ലോ, ഇവിടെ കൊള്ളും. എന്ത് സാധനമൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ആ പെർട്ടിക്കുലർ കുറച്ച് സാധനങ്ങൾ ഒരുമിച്ചാണ് കാണിക്കുന്നത്. അത് ഒരുമിച്ച് തുടങ്ങുമ്പോഴേ എനിക്ക് മനസ്സിലായി ഒരുമിച്ച് ഇങ്ങനെ കുറേ ഇമോഷണൽ സാധനങ്ങൾ അവർ ചെയ്യുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അമ്പിളിക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ശരിക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഫീൽ ചെയ്ത ഇടയ്ക്ക് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അമ്പിളിക്ക് ശേഷം ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അമ്പിളി മാത്രമേ ഓർമ്മ വന്നുള്ളൂ. തിയേറ്ററിൽ ഇരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ സീനുകളിലൊന്നാണിത്. പിന്നെ ഈ അച്ഛൻ സെൻറ്റിമെൻറ്റ്സ് വരുമ്പോൾ എന്നെ കുറേയൊക്കെ ഹിറ്റ് ചെയ്യാറുണ്ട്. വലിയ അച്ഛൻ പാസം കാണിച്ചിട്ടുള്ള കുറേ സിനിമ എനിക്ക് വർക്കായില്ല. പക്ഷേ ഇതുപോലുള്ള കുറച്ച് സീനുകൾ എനിക്ക് ക്ലിക്കാവുന്ന ഒരു, പക്ഷേ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അതിനുശേഷം ഞാനൊരു വാഴയായി കാണാനുള്ള ഭാഗ്യം പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. ഒരു വാഴയായി മാറാൻ പറ്റുന്ന ജീവിത സാഹചര്യം ആയിരുന്നില്ല എൻ്റെ അത്. പക്ഷേ അച്ഛൻ എന്നുള്ള വാക്കുണ്ടല്ലോ, അതിൻ്റെ പവർ, അത് ഉച്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ അച്ഛന്മാരെ പറ്റുന്നവരെയൊക്കെ ഞാൻ അച്ഛൻ തന്നെയാണ് വിളിക്കുക. ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്കിളിന് വിളിക്കും. പരമാവധി ഞാൻ അങ്കിൾ എന്നുള്ള വേർഡ് ഒഴിവാക്കും. അച്ഛൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി അതുപോട്ടെ, കോട്ടയം നസീർ ഷോ എന്ന് പറയാൻ പറ്റുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട് സിനിമയിൽ. നിങ്ങളത് തിയേറ്ററിൽ കാണണേ. എങ്ങനെ, അതായത് എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻ ദാസിനോടാണ് ചോദിക്കാനുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് ഈ സീൻ എഴുതാൻ പറ്റിയെന്നുള്ളതാണ്. ഇങ്ങനൊരു ഇത്രയും ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസ്റ്റർബൻസ്. എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നതാണ്. ആ ക്യാരക്ടർ, ആ പയ്യൻ, അവൻ എന്താണോ അനുഭവിക്കുന്നത് അതെനിക്ക് തിയേറ്ററിൽ ഇരുന്ന് ഫീൽ ചെയ്തു. ആ സിറ്റുവേഷൻ ഫീൽ ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു സീൻ എഴുതാൻ പറ്റുക? ആൻഡ് കോട്ടയം നസീർ, നിങ്ങൾക്ക് എങ്ങനെ ഇത് പെർഫോം ചെയ്യാൻ പറ്റി? നിങ്ങൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ജീവിതാനുഭവം ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അത് ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ഇടിവെട്ട് സീനാണ് ആ സിനിമയിൽ. ഓക്കെ, ഇമോഷൻസ് അവിടെ നിൽക്കട്ടെ, ഹ്യൂമറിലേക്ക് വരാം. വാഴകൾ, ഈ സിനിമയിൽ മെയിനായിട്ട് 5 വാഴകളുണ്ട്. അവർക്ക് സബ്ബായിട്ട് വേറെ കുറച്ച് വാഴകളെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുണ്ട്. 5 മെയിൻ വാഴകൾ: സിജു സണ്ണി, ജോമൻ ജ്യോതിർ, അനു, അമിത്, മോഹൻ, രാജേശ്വരി ആൻഡ് അനുരാജിനെ ഞാൻ പെപ്പയുടെ കൂടെ ഒരു സിനിമയിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. ലൈലാസുരൻ എന്നൊക്കെ പറഞ്ഞ പെപ്പെ പേര് മാറ്റി ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ചതാണ്. സിനിമ എനിക്ക് അത്ര വർക്കായിട്ടില്ല. പക്ഷേ ആ സിനിമയിൽ കാണുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു സാധനം ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഈ സിനിമയിൽ പുള്ളി ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ്, അത് കോമഡി ആണെങ്കിലും ഇമോഷണൽ സാധനങ്ങളാണെങ്കിലും പുള്ളി രസമായിട്ട് ചെയ്യുന്നുണ്ട്. സിജു സണ്ണി അർമാദിക്കുന്നൊരു സീനുണ്ട് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലാണെന്ന് തോന്നുന്നു. ആറുമാതിക്കൽ സീനാണ്. ആ സീനിൽ പുള്ളിയോടൊപ്പം വേറെയും കുറച്ച് ആളുകളുടെ പേര് പറയണം, അത് ഞാൻ പിന്നെ പറയാം. ആൻഡ് ജോമൻ ജ്യോതിർ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെയൊക്കെ റീലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ ഈ ജോമൻ്റെ. ഇവരുടെ കുറേ സ്പൂഫ് വീഡിയോസ് ഉണ്ട്. നരസിംഹമൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊക്കെയുള്ള ഇവരുടെ ഈ ടാലൻ്റ് ഉണ്ടല്ലോ, ഇവർക്ക് എന്താണ് ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുക, അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനും കൂടി ചെയ്തിട്ടുള്ളത്. അവന്മാർ അവിടെ കിടന്ന് അർമാദിക്കണം. ഈ 5 മെയിൻ വാഴകൾക്കും ഗംഭീര കൈയടി കൊടുക്കണം. ആൻഡ് അമിത്, മോഹൻ, രാജേശ്വരി പുള്ളിയാണ് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതും വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഈ വാഴ ജീവിതത്തിൻ്റെ ഒരു സങ്കടകരമായ ഫേസ് ഉണ്ട്. ആ ഫേസിന് ഇവരെല്ലാവരും എത്ര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കയ്യടി എരന്ന് വാങ്ങിച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങൾ കൈയടി ആവുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ഹാഷിർ, അജിൻ ജോയ്, വിനായക് ആൻഡ് അലൻ, ഇവരുടെ എല്ലാവരുടെയും പേര് എനിക്ക് കാണാതെ അറിയില്ല. കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ അറിയുള്ളൂ. ഞാനതിപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കി കുത്തിയിരുന്ന് എഴുതിയെടുക്കുകയായിരുന്നു. കുറച്ച് ആൾക്കാരുടെ പേര് കൂടി പറയണം. ഒന്ന് സാഫ് ബോയിൽ ഒരു ഹീറോ സ്റ്റഫ് ഉണ്ട്. പുള്ളിക്ക് കുറച്ച് മാസ് എലമെൻറ്റുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ സിനിമ കൊണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഹ്യൂമറും അതുപോലെ തന്നെ അതിലെ ഇമോഷണൽ സാധനങ്ങളും. അതായത് സാഫ് ബോയിൽ ഒരു ആക്ടറെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമയിലൂടെ.
പിന്നെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. ഈ സിനിമയിൽ പറയുന്ന ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന കേരളത്തിലൊരു ആവറേജ് പയ്യനൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണത്. നമ്മളെയൊക്കെ ഈ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് ഫുൾ മാർക്ക് വാങ്ങിച്ച് ആർട്സിലും സ്പോർട്സിലും ഗംഭീര പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചില്ലെങ്കിൽ അംഗീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം, വളരെ കുറവായിരിക്കും. നമ്മളോട് സ്നേഹം കാണിക്കുക, നമ്മുടെ അടുത്തിരിക്കുക, നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുറവുകളെ ഇടയ്ക്ക് തമാശകളൊക്കെ പറയുമെങ്കിലും അതിനോടൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഹമ്പിള്ളേർക്ക് അതൊക്കെ കിട്ടാക്കനെയാണ്. അത് ലൈഫിൽ എവിടുന്നെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ പതിയെ പതിയെ അവൾ എല്ലാ കാലത്തും ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ എന്നൊരു ഫീലൊക്കെ തോന്നിപ്പോവും. അത് അവരുടെ അവസ്ഥയാണ്. ഇപ്പം നിങ്ങൾ പ്രേമലൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് സച്ചിൻ പറയുന്ന ഡയലോഗ്, എടി എന്നോട് ഇങ്ങനെയൊന്നും ആരും പെരുമാറിയിട്ടില്ല. അങ്ങനെ ഒരു പെരുമാറ്റമൊന്നും കേരളത്തിലെ ഒരു ആവറേജ് പയ്യനെ സംബന്ധിച്ച് കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ എനിക്കത് പറയാൻ പറ്റും. സോ നമ്മളോട് ഇച്ചിരി സ്നേഹവും കരുതലും ഒക്കെ കാണിക്കുന്ന ആളോട് പ്രേമാഭ്യർത്ഥന നടത്തിപ്പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ അപരാധമൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ സിനിമയിൽ ഒരു ക്യാരക്ടറെ കൊണ്ടെത്തിക്കുന്ന ഒരു റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ്. ഞാൻ ഈ പേരൊക്കെ അന്വേഷിച്ചെടുക്കാൻ കാര്യം അത്രയും ലവബിളായിട്ട് എനിക്ക് ആ ക്യാരക്ടറിനെ ഫീൽ ചെയ്തു. ആൻഡ് അതിൻ്റെ ഒരു ഗ്രാഫൊക്കെ, അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കയ്യടി വാങ്ങിക്കുന്ന സിറ്റുവേഷനാണ് വീണ്ടും. അതായത് തുടക്കത്തിൽ അവരെ കാണുമ്പോൾ അവർ ഇത്രയേ ഉള്ളൂ, അവർ കുറച്ച് ഡിറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ ഒരു ഗ്രാജുവൽ വളർച്ചയൊക്കെ ഉണ്ടല്ലോ, അത് വളരെ രസമായിട്ട് കാണിച്ച്. എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു ലാൻഡിങ്, അവരെവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് എല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ പുള്ളിക്കാരിയുടെ അച്ഛനായിട്ട് ഒരു കുഞ്ഞു സീനിൽ ഒരു ചെറിയ ഡയലോഗും പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, അണ്ണാ നിങ്ങൾ പൊളിയാണ്. പിന്നെ ഇതിൽ ഇവരെല്ലാവരും പുറകെ നടക്കുന്ന പെൺകുട്ടി ശ്രുതി മണികണ്ഠൻ, അവരും ഈ പറയുന്ന പോലെ പലതരം ഇമോഷൻസ് പല കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വളരെ രസമായിട്ട് കാണിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം കേട്ടോ. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ കുറച്ചും കൂടി ശരിയാക്കാമായിരുന്നോ എന്ന് തോന്നിയ ഒരാൾ പോലും ഇല്ല. ചില സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, ഇവർ കുറച്ചും കൂടി ഒന്ന് അതൊന്നും ശ്രദ്ധിച്ചു എന്നൊക്കെ തോന്നില്ല. ഇതങ്ങനെ ഒന്നുമില്ല. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്, കോമഡി ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും. ഈ കോമഡിയുടെ കാര്യം പറയുമ്പം സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പോലത്തെ കുറച്ച് സീക്വൻസ് ഒക്കെയാണ്. എനിക്ക് കുറേ റെപ്യൂട്ടേഷൻ ഫീൽ ചെയ്തു. ഇവരുടെയൊക്കെ തന്നെ റീലുകളിലും മറ്റും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ ഒരു പാച്ചിലുണ്ട്. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് കയ്യടിച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂറാണ് എനിക്ക് സിനിമയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞൊരു ഒറ്റ പോക്കായിരുന്നു. മ്യൂസിക് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഇമോഷണൽ ആ മകനെ എന്നൊക്കെ പറയുന്ന ട്രാക്ക്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചവർ അയ്യോ നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് കളയാന്ന് പറയില്ലേ, അതുപോലത്തെ വർക്കായിരുന്നു. ആൻഡ് വിഷ്വൽ പറയുമ്പോൾ അതിൻ്റെ VFX പരിപാടികൾ, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് AI പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സർപ്രൈസ് എലമെൻറ്റ് എന്ന് പറയാവുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. ആകെ മൊത്തത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ട, ഒത്തിരി ചിരിച്ച, കുറേ ഇമോഷണലി എന്നെ ടച്ച് ചെയ്ത ഒരു സിനിമയാണ്. അവധി ദിവസങ്ങൾ ആഘോഷമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ വീട്ടിലുള്ള മുൻ വാഴകളെയും ഭാവി വാഴകളെയും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള വാഴ സെറ്റപ്പുകളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് കാണാവുന്ന നല്ലൊരു സിനിമയാണ്. എൻ്റെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സിനിമയുടെ OTT റിലീസൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് തേഞ്ഞ പടോടോ, ഇതിനൊക്കെയാണോ താൻ പോസിറ്റീവ് റിവ്യൂ ഇട്ടത്, താൻ പെയ്ഡല്ലേ എന്നൊക്കെ ചോദിച്ച് വരുന്ന ആൾക്കാരോട് എൻ്റെ പൊന്നുമോനെ പോയി വല്ല വാഴയ്ക്കും തടമെടുക്കുക. ഇത് തിയേറ്റർ വാച്ചാണ്, തിയേറ്ററിൽ കാണേണ്ടതാണ് എന്ന് ഈ വീഡിയോയിൽ ഇത്രയും നേരം പറഞ്ഞിട്ടും നീ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കൊണാരം അടിച്ചിട്ട് കാര്യമില്ല. ഇത് തിയേറ്ററിൽ കണ്ടതിൻ്റെ റിവ്യൂ ആണ്. ഇനി OTTയിൽ കണ്ടതിൻ്റെ റിവ്യൂ ആവശ്യമാണെങ്കിൽ നമുക്കത് വേറെ ചെയ്യാം. അത് തരുന്ന ഇമ്പാക്റ്റ്, ഇമോഷൻ, ഹ്യൂമർ വർക്കാവുന്നത് ഒക്കെ വളരെ വളരെ ഡിഫറൻ്റ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥാപ്രസംഗം കൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കമൻസും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ. അപ്പം ലോങ് ലിവ് സിനിമ.